ഹലോ ഫ്രണ്ട്സ്, PSCക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഓപ്ഷൻ എ 7%, ഓപ്ഷൻ ബി 6%, ഓപ്ഷൻ സി 4%, ഓപ്ഷൻ ഡി 5%. നമുക്ക് ലാഭശതമാനമാണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. വിറ്റ വിലയുണ്ട്, വാങ്ങിയ വിലയുണ്ട്. ആദ്യം നമുക്ക് ലാഭം കണ്ടുപിടിക്കാം. ഒരു സാധനത്തിൻ്റെ ലാഭം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വിറ്റ വിലയിൽ നിന്ന്, അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത്, എന്നിട്ട് നമ്മൾ വിൽക്കുമ്പോൾ എത്ര രൂപ കൂടുതൽ നമുക്ക് കിട്ടി, അതാണല്ലോ ലാഭം. ലാഭം കണ്ടുപിടിക്കാൻ വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതായത് 609 മൈനസ് 580, അതായിരിക്കും ലാഭം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 29. അപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 29 രൂപയാണ്. ഇനി 29 രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 29 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 580 ഇൻറ്റു 100 എന്ന് വരും. 0യും 0യും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇനി ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ 10 58 ചെറുതാക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? ഇവിടെ 5, 58ൻ്റെ പകുതി എത്രയാണ്? 29 എന്ന് വരും. ഓക്കെ, ദെൻ 29/29 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ലാഭശതമാനം എത്ര കിട്ടിയത്? 5%. 5% ലാഭശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇതിൻ്റെ ഉത്തരമായിട്ട് എന്ത് ചെയ്താൽ 5%, 5% ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏതു സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? ഏതൊരു സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് ഈ ഒരു സംഖ്യ കിട്ടുക എന്നൊക്കെ ചോദ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ എത്രയൊക്കെയാണ്? 1.011 മൈനസ് 0.111. ചിലപ്പോൾ പെട്ടെന്ന് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ 1 അല്ലേ വിചാരിച്ചിട്ട് 1 ഒക്കെ മാർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മതി ഉത്തരം എഴുതാൻ കേട്ടോ. അപ്പോൾ 1 - 1 0, 1 - 1 0, 0 - 1 എത്രയായിരിക്കും? 0.9. അപ്പോൾ നമുക്ക് 0.900 എന്നാണ് ഉത്തരം കിട്ടിയത്. ഇതിലേതായിരിക്കും ഓപ്ഷൻ? 0.999 അല്ലല്ലോ, അല്ല. 0.900 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇതിലില്ല, പക്ഷേ 0.9 ഉണ്ട്, പിന്നെ 99 ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ബി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി, ക്വസ്റ്റ്യൻ ബാക്കി കാണാല്ലേ അല്ലേ നോട്ടെ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് എന്ന് പറയുന്നത് 49 ആണ്. ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. ഓക്കെ, തുക ബൈ എണ്ണമാണ് ശരാശരി എന്ന് പറയുന്നത്. നമുക്കിവിടെ ശരാശരി തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കളി, അതായത് ടോട്ടൽ എത്ര റൺസ് അവർ എടുത്തു എന്നാണ് കണ്ടുപിടിക്കാം ആദ്യം. അതായത് ടോട്ടൽ എന്ന് പറയുമ്പോൾ തുക ഇൻറ്റു ശരാശരി വരും. തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരാശരി ഇൻറ്റു എണ്ണം എന്ന് വരും. അതായത് 49 ഇൻറ്റു 12 വിച്ച് ഈസ് ഈക്വൽ ടു 49 ഇൻറ്റു 12 എത്രയാ? 49 ഇൻറ്റു 12 588 എന്ന് കിട്ടും. അപ്പം 12 കളി കഴിഞ്ഞപ്പോൾ ഉള്ളത് 588 ആട്ടോ. 588 നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത് എന്നാണ് ചോദ്യം അല്ലേ. 588 കിട്ടിയിട്ടുണ്ട്. ഇനി 13 കളി, അപ്പോൾ അവിടുത്തെ ശരാശരി മാറി, ടോട്ടൽ മാറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എത്രയാവും നോക്കാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു
50 റൺസ് അല്ലേ, അതായത് ശരാശരി അപ്പോൾ 50 എന്ന് മാറി. നമുക്ക് ശരാശരി 50 ആവണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശരാശരി 50 ആയിട്ടുണ്ട്. ഇൻറ്റു അവിടുത്തെ കളികളുടെ എണ്ണം എത്രയായി? 13 കളി. ഇതെത്ര വരും? 15 650 എന്ന് കിട്ടും. 13 കളിയായപ്പോൾ 650 ആയി. 12 കളിയായപ്പോൾ 588. അപ്പോൾ ഈ 588 650 ശരാശരി ആയാലാണ് നമുക്ക് 650 റൺസ് മൊത്തത്തിൽ കിട്ടിയാലാണ് നമുക്ക് ശരാശരി 50 റൺസ് ആവുക. അപ്പോൾ ഈ 588 നിന്ന് 650 ആവുക എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആവുമല്ലോ. സോ എന്ത് കണ്ടുപിടിച്ചാൽ മതി? വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 650 വേറെ കളറിൽ എഴുതാം. 650 മൈനസ് 588 എന്ന് വരും. 650 മൈനസ് 588 എത്രയാ? 2 6 കാണാല്ലേ അല്ലേ? 650 മൈനസ് 500 കേട്ടോ. 650 മൈനസ് 588 ഡിഫറൻസ് എന്ന് പറയുന്നത് 62 കിട്ടി. ഓപ്ഷനിൽ 62 ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓപ്ഷൻ സി 62 റൺസാണ് അപ്പോൾ ഉത്തരം. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ.